Next topic in this chapter is hard soaps and soft soap. ഹാർഡ് സോപ്പും അതേപോലെ സോഫ്റ്റ് സോപ്പും. ഹാർഡ് സോപ്പ് എന്നാൽ മോഡറേറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ഡസ് നോട്ട് ലെതർ ഈസിലി. പെട്ടെന്നത് ലെതർ ആവുന്നില്ല. വേറെ സോഫ്റ്റ് സോപ്പ് എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ഫാസ്റ്റർ ആൻഡ് ലെതർ റെഡിലി. സോഫ്റ്റ് സോപ്പ് പെട്ടെന്ന് തന്നെ ലെതർ ആവുകയും ചെയ്യും, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയും ചെയ്യും, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്ലീനിങ് ആക്ഷനിൽ സോഫ്റ്റ് സോപ്പാണ് ഹാർഡ് സോപ്പിനേക്കാളും നല്ലത്. Then tallow, animal fats and coconut oils. These are the main sources of hard soap. While linseed oil and castor oil etc. produces soft soap. Different type soaps ഉണ്ട്. വാഷിംഗ് സോപ്പ്, ടോയ്ലറ്റ് സോപ്പ്, ഷേവിംഗ് സോപ്പ്, ഇൻഡസ്ട്രിയൽ സോപ്പ്. സോപ്പ് ഉണ്ടാക്കാൻ ആൽക്കലി യൂസ് ചെയ്യുന്നുണ്ട്. ആൽക്കലി എന്ന് വെച്ചാൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ്. ആസിഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ബേസ് എന്ന് പറയും. ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കലീസ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് NaOH, KOH ഒക്കെയാണ്. NaOH എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കാസ്റ്റിക് സോഡ. അനദർ ആൽക്കലിയാണ് KOH, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാസ്റ്റിക് പൊട്ടാഷ്. നെക്സ്റ്റ്, സോപ്പിൻ്റെ ക്വാളിറ്റി കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. അത് സോപ്പിൻ്റെ കവറിൽ അത് TFM എത്രയുണ്ടെന്ന് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. TFM 60%, 70%, 75% എക്സെട്ര. TFM കൂടുതലാണെങ്കിൽ ആ സോപ്പിൻ്റെ ക്വാളിറ്റി കൂടുതലാണ് എന്നാണ്. ആസ് പെർ BAS ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നിങ്ങനെ സോപ്പിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1 എന്നാൽ അതിൻ്റെ TFM 76% ആയിരിക്കും മിനിമം. ദെൻ ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ 70% ആണ്. അതേപോലെ ഗ്രേഡ് 3 എന്നാൽ 60%. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിറ്റർജൻറ്റ്. ഡിറ്റർജൻറ്റ് ഈസ് എ സർഫാക്റ്റൻ്റ് വിത്ത് ക്ലെൻസിങ് പ്രോപ്പർട്ടീസ്. സർഫാക്റ്റൻ്റ് എന്ന് വെച്ചാൽ ലിക്വിഡ്സിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ കഴിയുന്ന സബ്സ്റ്റൻസസ് ആണ്. ദേ ആർ യൂഷ്വലി ആൽക്കൈൽ ബെൻസീൻ സൾഫോണേറ്റ്സ്. ഡിറ്റർജൻറ്റ്സ് ആർ യൂഷ്വലി ആൽക്കൈൽ ബെൻസീൻ സൾഫോണേറ്റ്സ്. സോപ്പിൻ്റെ അതേപോലത്തെ കോമ്പൗണ്ട് തന്നെയാണ്, പക്ഷേ മോർ സോലുബിൾ ഇൻ ഹാർഡ് വാട്ടർ. Detergents are commonly available as powders or concentrated solutions. നിങ്ങൾക്കറിയാം, വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പൗഡറായിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ആയിട്ടാണ് ഡിറ്റർജൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. കെമിക്കലി ഡിറ്റർജൻറ്റ് എന്താണ് എന്ന് ചോദിച്ചുള്ള ആൻസറാണ് ഡിറ്റർജൻറ്റ്സ് ആർ സോഡിയം സാൾട്ട് ഓഫ് ലോങ് ചെയിൻ ബെൻസീൻ സൾഫോണിക് ആസിഡ് ഓർ സോഡിയം സാൾട്ട് ഓഫ് ലോങ് ചെയിൻ ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്. സോപ്പിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സോഡിയം സാൾട്ട് Na+ ഉണ്ടാവും, ലോങ് ചെയിന് ബെൻസീൻ സൾഫോണിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്. ഒരു ഡിറ്റർജൻറ്റ് മോളിക്യൂളിൽ എ ലാർജ് ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് ദാറ്റ് ഈസ് നോൺ അയോണിക്, ചാർജ് ഒന്നും ഇല്ലാത്ത ലാർജ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് ഉണ്ടാകും. അതേപോലെ തന്നെ എ സൾഫോണേറ്റ്, അതായത് SO3- Na+, ഓർ സൾഫേറ്റ് SO4- Na+ ഗ്രൂപ്പ് ദാറ്റ് ഈസ് അയോണിക്. അത് അയോണിക് ആണ്. അതെന്താണ്? ചാർജ് ഉണ്ട് അല്ലേ? ചാർജ് ഉള്ളത് കൊണ്ട് അത് അയോണിക് ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന കണ്ട ഒരു ഹൈഡ്രോഫോബിക് ടെയില്, അതേപോലെ ഹൈഡ്രോഫിലിക് ഹെഡ്. ആ ലോങ് ചെയിൻ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്. ആ റൗണ്ടിൽ കൊടുത്തത് അയോണിക് ഗ്രൂപ്പാണ്. അപ്പോൾ ഹൈഡ്രോഫോബിക് എന്നാൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാത്ത, ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതായത് ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് ആണ്, ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് ഹെഡ്. അപ്പോൾ അയോണിക് ആയിട്ടുള്ള പാർട്ടാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിറ്റർജൻറ്റ്സ്. 4 ടൈപ്പാണ്: ആനയോണിക് സർഫാക്റ്റൻസ്, കാറ്റയോണിക്, നോൺ അയോണിക് ആൻഡ് ആംഫോട്ടറിക്.
ആനയോണിക് എന്നാൽ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ ഡിറ്റർജൻസി ഇൻ റിയലൈസ്ഡ് ഇൻ ദി ആനയോൺ. ആനയോൺ എന്നാൽ നെഗറ്റീവ് ചാർജുള്ള അയോൺസ്. കാറ്റിയോണിക്കിൽ ഡിറ്റർജൻസി ഈസ് ഇൻ ദി കാറ്റിയോൺ, പോസിറ്റീവ് ചാർജുള്ള കോമ്പൗണ്ട്സ്. നോൺ അയോണിക്കിൽ കണ്ടെയ്ൻ നോൺ അയോണിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. ആംഫോട്ടറിക് എന്നാൽ ഇൻക്ലൂഡ്സ് ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ഗ്രൂപ്പ്സ് ഇൻ ദി സെയിം മോളിക്യൂൾ. ഇതിന് ഓരോ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ്. സോപ്പിൻ്റെ ക്ലീനിങ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സോപ്പ് മോളിക്യൂളിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഫാറ്റി ആസിഡ് ചെയിന്, അതേപോലെ Na+. ഫാറ്റി ആസിഡ് ചെയിൻ നോൺ പോളാർ, അതായത് ചാർജ് ഒന്നും ഇല്ലാത്തത്. Na+ പോളാർ ചാർജഡ് പാർട്ട്. ദെൻ ആ പിക്ചറിൽ നോക്കൂ, വാട്ടർ ഉണ്ട്. ഹൈഡ്രോഫിലിക് എന്നാൽ വാട്ടറിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പാർട്ട്, ഹൈഡ്രോഫോബിക് എന്നാൽ ഓയിലിലേക്കൊക്കെ അട്രാക്ട് ചെയ്യുന്ന പാർട്ട്. ജസ്റ്റ് ഈ പിക്ചർ ഒന്ന് നോക്കൂ. ആ യെല്ലോ കളറുള്ളത് ഓയിൽ ഒരു ഗ്രേസ്, അങ്ങനെ ഡേർട്ട് പാർട്ടിക്കിളാണ്. ദെൻ സോപ്പ് മോളിക്യൂൾസ് ആണ് ആ ഗ്രീൻ ഹെഡായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ സോപ്പ് മോളിക്യൂൾ ആ ഡേർട്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വാട്ടർ ലവിങ് പാർട്ട് വാട്ടറിലേക്കും ഓയിൽ ലവിങ് പാർട്ട് എന്താണ് ആ ഡേർട്ടുമായിട്ട് അല്ലെങ്കിൽ ആ ഓയിൽ ഒരു ഗ്രീസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുൾ റൗണ്ട് ആയിട്ടുള്ള ഒരു ഫോമിൽ വന്നിട്ടുണ്ട്. ഫുൾ റൗണ്ട് ആയിട്ട് വരുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് മിസെല്ല്. മിസെല്ല് എന്ന് പറഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പിക്ചർ കൊടുത്ത് നോക്കൂ. അത് സോപ്പ് മോളിക്യൂൾ ഡേർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കുറേ മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ്. സോപ്പ് മോളിക്യൂൾ ആണിത്. അതിൽ ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ, വാട്ടർ റിപ്പല്ലിംഗ് എൻഡ്, അതിന് ഹൈഡ്രോഫോബിക് എൻഡ് എന്നും പറയും. ദെൻ Na+, അത് ഷോർട്ട് അയോണിക് പാർട്ട്, വാട്ടർ അട്രാക്റ്റിംഗ് എൻഡ് ഓർ ഹൈഡ്രോഫിലിക് എൻഡ്. ദിസ് ഇസ് ദ representation of a soap molecule. Then figure 1 soap micelle. Then figure 2 soap micelle entrap the dirt particles. സോ എങ്ങനെ സോപ്പ് റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. സോപ്പ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. സോപ്പ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. നമുക്കറിയാം സോപ്പിന് ഒരു ലോങ് ഹൈഡ്രോ കാർബൺ എൻഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഹൈഡ്രോഫോബിക് പാർട്ട്. ഒരു അയോണിക് പാർട്ട്, അത് ഹൈഡ്രോഫിലിക്. ദെൻ അയോണിക് പാർട്ട് എന്ത് ചെയ്യും? വാട്ടറിനെ അട്രാക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ആ എൻഡ് വാട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഹൈഡ്രോഫോബിക് എൻഡ് ഡേർട്ട് പാർട്ടിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്യും. സോ മിസൽ ഫോമേഷൻ നടക്കുന്നു. ഡേർട്ടിനെ ക്ലോത്തിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സോപ്പിൻ്റെ ക്ലീനിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. This is the brief explanation of the mechanism of soap. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോപ്പ്. സോപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സോപ്സ് ആർ ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് ബയോഡിഗ്രേഡബിൾ ആണ്. അതേപോലെ സോപ്പ് ഇസ് ചീപ്പ് ആൻഡ് റെഡിലി അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ഇറ്റ് യൂസസ് ടു ക്ലീനിങ് ദ ക്ലോത്ത് വെരി വെൽ വിത്ത് സോഫ്റ്റ് വാട്ടർ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സോപ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഇൻ ദി ഹാർഡ് വാട്ടർ. ദേ ഹാവ് എ വീക്ക് ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് ദാൻ ഡിറ്റർജൻസ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിറ്റർജൻസ്. ഡിറ്റർജൻസ് സ്ട്രോങ് ആസിഡ്സിൻ്റെ സാൾട്ട് ആയതുകൊണ്ട് അസിഡിക് വാട്ടറിൽ വരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ദേ ആർ മോർ സോലുബിൾ ഇൻ വാട്ടർ ദാൻ സോപ്സ്. ദേ ഹാവ് എ സ്ട്രോങ്ങർ ക്ലെൻസിങ് ആക്ഷൻ ദാൻ സോപ്പ്. ദെൻ ഡിറ്റർജൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം പെട്രോളിയം. കോക്കനട്ട് ഓയിൽ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് എന്താണ് വെജിറ്റബിൾസ് ഓയിൽസിനൊക്കെ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിറ്റർജൻസ് ഹാർഡ് വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിറ്റർജൻറ്റ്. മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബയോഡിഗ്രേഡബിൾ. ബയോഡിഗ്രേഡബിൾ അല്ല. അതേപോലെ ഇത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം പ്രൊഡ്യൂസ് ചെയ്യും റിവേഴ്സിലും അതർ വാട്ടർ സോഴ്സസിൽ. ദെൻ ഇറ്റ് വിൽ എഫക്റ്റ് ദ ലൈഫ് ഓഫ് അക്വാറ്റിക് ആനിമൽസ്. ഡേഞ്ചർ ടു അക്വാറ്റിക് ലൈഫ്. അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് സബ്സ്റ്റൻസസിൻ്റെ ഒക്കെ ഓക്സിഡേഷനെ ഇത് ഇൻഹിബിറ്റ് ചെയ്ത് വെക്കും. കാരണം എന്ത് ചെയ്യും? അതിനെ റൗണ്ട് ആയിട്ട് ഫോമിൻ്റെ ഒരു എൻവലപ്പ് ഫോം ചെയ്യും. So it inhibits the oxidation of organic substances present in waste waters.